അച്ഛൻ്റെ ചികിത്സയും ഞങ്ങളുടെ വീട്ടിലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ജീവിക്കാൻ അന്ന് സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ അന്ന് എൻ്റെ കൂടെ 4ാം ക്ലാസ് വരെ പഠിച്ചവർ പരീക്ഷ എഴുതി പുറത്തെ സ്കൂളിൽ പോയ സമയത്തിന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് പഠിക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ അങ്ങനെ ഇരുന്ന ഒരു സമയത്തിനാണ് എൻ്റെ മോള് +2 പഠിച്ച സമയത്ത് സാക്ഷരതാ മിഷനിൽ നിന്ന് തുല്യതാ പഠിത്തത്തിനെ കുറിച്ച് അറിഞ്ഞത്. അത് അറിഞ്ഞതെന്ന് പറയുമ്പോൾ നമ്മുടെ വനമേഖലയിൽ അറിയിക്കേണ്ടത് ST പ്രൊമോട്ടർമാരും നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ നിന്ന് പഞ്ചായത്ത് മെമ്പറും ഒക്കെ ആയിരുന്നു. പക്ഷേ ആ ഒരു സ്കീം ഞങ്ങളുടെ ഈ വനമേഖലയിൽ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എനിക്ക് നന്നായിട്ട് തുടർന്ന് പഠിക്കണമെന്ന് ഇനിയും താല്പര്യമുണ്ട്. ആദ്യത്തെ പഠന കാര്യങ്ങളായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കഷ്ടപ്പാടായിരുന്നു. പിന്നെ അന്നോട്ട് തുടർന്ന് പഠിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ സാക്ഷരതാ മിഷൻ വന്നതോടെ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ടീച്ചേഴ്സാണ്. ഞാൻ ഇതിലൂടെ പഠിച്ച് വളർന്നു വന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു അഭിമാനം കൂടിയുണ്ട്. കാരണം സേവാഭാരതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൃദയത്തിലൊരു അച്ഛൻ അമ്മ ആ ഒരു സ്ഥാനമാണ് എനിക്ക് സേവാഭാരതി. ഇനിയും തുടർന്ന് പഠിക്കണമെന്ന് താല്പര്യമുണ്ട്. സാഹചര്യം സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ ഇനി തുടർന്ന് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും ടീച്ചർ എൻ്റെ അടുത്ത് ഇപ്പോഴും പറയുന്ന ആ ഒറ്റ കാര്യമാണ്, ഇനിയും തുടർന്ന് പോകണം, പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും പോകണമെന്ന് തന്നെയാണ് ടീച്ചർ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഇത്രയും പഠിക്കാൻ പറ്റിയത് ടീച്ചറിൻ്റെ ഒറ്റ ഒരാളുടെ ഇത് കൊടുക്കും മാത്രമാണ്.